ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പർ ലൈവ് ഫാസ്റ്റ് കോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കോതമംഗലം സ്പെഷ്യാലിറ്റീസ്, കോതമംഗലത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എറണാകുളം ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കോതമംഗലം എന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 40.6 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1,14,574 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയുടെ ഭാഗമാണെങ്കിലും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ഈ പട്ടണം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹൈറേഞ്ചിലെ എൻട്രൻസ് സിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നു. NH85 എറണാകുളം മധുര രാമേശ്വരം ദേശീയപാത ഇതുവഴിയാണ് കടന്നു പോകുന്നത്. NH85 നാഷണൽ ഹൈവേ 85. അതോടൊപ്പം കോതമംഗലം താലൂക്കിൻ്റെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും ആസ്ഥാനമാണ് ഈ സിറ്റി എന്ന് പറയുന്നത് കോതമംഗലം. നിരവധി പള്ളികളും, അതായത് 1 ഡസൻ പള്ളികളും അര ഡസൻ ക്ഷേത്രങ്ങളും ഏതാനും മോസ്കുകളും ഉള്ള ഒരു സിറ്റിയാണ് ഈ കോതമംഗലം എന്നത്. പ്രശസ്തമായ തൃക്കരിയൂർ ക്ഷേത്രം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം കേരളത്തിലെ പുരാതന ക്രിസ്ത്യൻ പള്ളികളിലൊന്നായ, അല്ലെങ്കിൽ AD 1455 സ്ഥാപിച്ച മാർത്തോമ ചെറിയ പള്ളി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അതോടൊപ്പം ഒക്ടോബർ 2-3 തീയതികളിൽ നടത്തപ്പെടുന്ന വടക്കൻ മേഖല തീർത്ഥയാത്ര ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. നിരവധി ആളുകളാണ് തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നത്. അതും കോതമംഗലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എറണാകുളത്ത് നിന്നും 35 കിലോമീറ്ററും മൂവാറ്റുപുഴയിൽ നിന്നും 12 കിലോമീറ്ററും പെരുമ്പാവൂരിൽ നിന്നും 19 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്നും 30 കിലോമീറ്ററും കോട്ടയത്ത് നിന്നും 67 കിലോമീറ്ററും ഇടുക്കിയിൽ നിന്നും 69 കിലോമീറ്ററുമാണ് കോതമംഗലത്തിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. കോതമംഗലം പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന സിറ്റി, ഹൈറേഞ്ചിൻ്റെ എൻട്രൻസ് എന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോതമംഗലം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.